ക്ഷമിക്കണം, കോഴിക്കോട് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം തകർന്ന് വീണത്, 4 പേർ മരിച്ചത്. അതിൽ BJPയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് BJPയുടെ പ്രതിഷേധ മാർച്ച്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് ആ പ്രതിഷേധത്തെ പോലീസ് ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകാൻ കാരണമെന്ന് അവിടെ പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇത് നേരത്തെ തന്നെ ശോചനീയാവസ്ഥയിലായ കെട്ടിടമാണെന്ന് വ്യക്തമായിട്ടും അക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് പ്രതിപക്ഷം അവിടെ ഉയർത്തുന്ന ആരോപണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായി BJP എത്തിയിരിക്കുന്നത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് അവരുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അജി കുഞ്ഞുമോനാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, ഇത് കോർപ്പറേഷൻ ഓഫീസിലേക്കാണോ പ്രതിഷേധം? എന്തൊക്കെയാണ് വിവരങ്ങൾ അജി? അല്പസമയം മുൻപാണ് ഉന്മേഷ് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്, കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയത്. ഇന്നലെയും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഉണ്ടായിരുന്നു. ഇന്ന് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ ചാടിക്കടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെ മേയറുടെ ചേംബറിലേക്ക് അടക്കം BJP പ്രവർത്തകരും ഒപ്പം തന്നെ BJP കൗൺസിലർമാരും കോൺഗ്രസ് കൗൺസിലർമാരും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇന്നും കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നിരിക്കുന്നത്. മാനാഞ്ചിറയിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. മാനാഞ്ചിറയിൽ നിന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരികയായിരുന്നു. വലിയ തരത്തിലുള്ള ഒരു സുരക്ഷയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെയൊക്കെ വലിയ തരത്തിൽ ഓഫീസിനുള്ളിൽ മുനിസിപ്പൽ സെക്രട്ടറി അടക്കം തടഞ്ഞു വെച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം മുനിസിപ്പൽ സെക്രട്ടറി അടക്കം തടഞ്ഞു വെച്ചിരുന്നു. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷയും ഈ കോർപ്പറേഷനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. വലിയ പ്രതിഷേധം, ഈ 4 പേരുടെ മരണം, 4 തൊഴിലാളികളുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ കോർപ്പറേഷന് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. അജി, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ കണ്ടതാണ് നമ്മൾ. ഇനി കൂടുതൽ സംഘടനകളുടെ പ്രതിഷേധ മാർച്ചുണ്ടോ ഇന്ന് അജി? ഡോക്ടർ ഉമേഷ്, കൂടുതൽ സംഘടനകളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കോർപ്പറേഷനിലേക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ മരണപ്പെട്ട തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കൂടുതൽ പേരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എല്ലാവരും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഈ 4 കുടുംബങ്ങൾക്കും, തൊഴിലാളികളുടെ 4 കുടുംബങ്ങൾക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകണം. അത് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നിരവധി കെട്ടിടങ്ങൾ അൺഫിറ്റ് ആയിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ ബലക്ഷയമുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ട് അത് പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.